Welcome, Pastor. Welcome. Praise the Lord. Praise the Lord. Praise the Lord. കർത്താവിന്റെ സന്നിധിയിൽ വീണ്ടും ദൈവവചനവുമായിട്ട് ഇരിപ്പാണ്ട കോണം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. परमेश्वर के वचन के साथ एक बार फिर आपके बीच में आने का मौका देने के लिए परमेश्वर को हम धन्यवाद देते हैं. അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവവചനത്തിന്റെ മുമ്പാകെ നമ്മളായിരിക്കുമ്പോൾ നമ്മളെപ്പോഴും കർത്താവിന് നന്ദി പറയുന്നവരായി തീരണം. इस आशीषित परमेश्वर के वचन के सामने जब हम बैठे हैं तो हमें हमेशा धन्यवादी होना चाहिए. കാരണം അത്യുന്നതനായ ദൈവം ഒരു ഗുണവുമില്ലാത്ത ബലഹീനരായ നമ്മളോട് സംസാരിപ്പാന്റെ കോണം നമ്മളെ സ്നേഹിക്കുന്നത് ഓർത്ത് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. क्योंकि वो सर्वोच्च परमेश्वर जो किसी भी योग्यता न होने के बावजूद, गुण न होने के बावजूद वो हमसे प्रेम करता है, तो हमें उसको धन्यवाद देते रहना है. ദൈവം നമ്മോട് സംസാരിക്കുന്നു എന്ന് പറയുന്നതിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ പദവി ഈ ഭൂമിയിൽ എന്താ നമുക്കുള്ളത്? परमेश्वर हमसे प्रेम करता है तो उससे बड़ा ये ओहदा हमारे लिए इस दुनिया में क्या हो सकता है? നമ്മളെക്കാൾ പ്രഗത്ഭരായിട്ടുള്ള, നമ്മളെക്കാൾ ധനവാന്മാരായിട്ടുള്ള, ജ്ഞാനികളായിട്ടുള്ള, ലോകം അറിയപ്പെടുന്ന അനേക മനുഷ്യർ നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട്. हमसे ज्यादा धनवान, हमसे ज्यादा बड़े लोग, रसूख वाले लोग इस दुनिया में बहुत जी रहे हैं. അവർക്കാർക്കും ഇല്ലാത്ത ഒരു ശ്രേഷ്ഠമേറിയ പദവി കർത്താവ് നമുക്ക് തന്നു. കർത്താവിന്റെ മക്കളാക്കി, ദൈവത്തിന്റെ മക്കളാക്കി നമ്മളെ തീർത്തു. उनमें हर एक से एक श्रेष्ठ ओहदा परमेश्वर ने हमें दिया है. परमेश्वर ने हमें अपनी संतान बनाया है. ഈ ലോകത്തിലെ ഏറ്റവും വലിയ രാജാവായിക്കൊള്ളട്ടെ, പ്രസിഡന്റ് ആയിക്കൊള്ളട്ടെ, പ്രധാനമന്ത്രി ആയിക്കൊള്ളട്ടെ, അവർ നടക്കുമ്പോൾ അവർക്കുള്ള ആകെ സുരക്ഷിത എന്തെന്ന് പറഞ്ഞു ചോദിച്ചാൽ തോക്ക് പിടിച്ചുകൊണ്ട് അവരുടെ ചുറ്റും നടക്കുന്ന കമാൻഡോസ് മാത്രമാണ് അവരുടെ സുരക്ഷ. इस दुनिया का कोई बड़ा व्यक्ति हो, प्रधानमंत्री हो, कोई भी, उनकी सुरक्षा क्या है अगर आप पूछें तो उनके आसपास जो बंदूक लेकर चलने वाले सुरक्षा कर्मी. പക്ഷെ നമ്മുടെ സുരക്ഷ എന്താണെന്നറിയാമോ? അത്യുന്നതനായ ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേൽ എപ്പോഴും ഉണ്ട്. അവിടുത്തെ ദൂതന്മാർ നമുക്ക് എപ്പോഴും കാവലായിരിക്കും. और क्या आप जानते हैं हमारी सुरक्षा क्या है? वो सर्वोच्च परमेश्वर, उसकी नजरें हमेशा हम पर रहती है. उसके स्वर्गदूत हर समय हमारे चारों ओर रहते हैं. അത് മാത്രമല്ല, ഈ പറഞ്ഞ ശ്രേഷ്ഠന്മാർക്കില്ലാത്ത വേറൊരു പ്രത്യേകത നമുക്കുണ്ട്. നമ്മുടെ ഭാവി മുഴുവനും നമ്മുടെ കർത്താവിന്റെ കയ്യിലാണ്. और इतना ही नहीं, इससे भी बड़ी एक श्रेष्ठता हमारी है, एक योग्यता है कि हमारा भविष्य पूरा परमेश्वर के हाथों में है. ലോകത്തിലുള്ള സകല മനുഷ്യരും അവരുടെ ഭാവിയെ ചൊല്ലി വേദനിക്കുമ്പോൾ, ഭാരപ്പെടുമ്പോൾ, ഭയപ്പെടുമ്പോൾ, ഭാരമില്ലാതെ, ഭയമില്ലാതെ, ധൈര്യത്തോടെ ജീവിക്കുവാൻ കഴിയുന്ന ഒരു കൂട്ടം ജനം അത് നമ്മൾ മാത്രമാണ്. इस दुनिया के सब लोग जब अपने भविष्य के बारे में चिंतित होते हैं, बोझ में रहते हैं, परेशान होते हैं, लेकिन भविष्य के बारे में कोई चिंता न करने वाला, परेशान न होने वाला अगर कोई झुंड है तो वो हम हैं. ഇത്രമാത്രം സുരക്ഷിതത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത് ഓർത്ത് പ്രാരംഭമായി കർത്താവിനെ സ്തുതിക്കാം. इतनी सुरक्षा के साथ जीने के लिए परमेश्वर ने हमें चुना, इसलिए शुरुआत में हम परमेश्वर को धन्यवाद देते हैं. നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പർവ്വത പ്രസംഗത്തെ കുറിച്ചാണ്. इन दिनों में हम पहाड़ी उपदेश के बारे में सीख रहे हैं. ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി തരികയാണ്. ആരെങ്കിലും ഈ കേൾക്കുന്ന വചനത്തെ ഗൗരവത്തോടെ കണ്ട് വിശ്വസ്തയോടെ അനുസരിക്കുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതം ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതമായി മാറും. मैं एक बात की गारंटी आप सबको देना चाहता हूं, जो भी इस वचन को सुन रहा है वो अगर पूरी सच्चाई से इसको मानता, इस पर चलता है, तो आपकी जिंदगी इस धरती पर सबसे श्रेष्ठ होगी. ഈ ലോകത്തിൽ നിങ്ങളെ ആരും അറിഞ്ഞില്ലെങ്കിലും, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലും, നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ മാനിച്ചില്ലെങ്കിലും ശരി, ഞാനൊരു കാര്യം പറയട്ടെ സഹോദരങ്ങളെ, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ മാനിക്കും. चाहे आपको इस दुनिया में कोई न जाने, चाहे आपके परिवार के लोग आपको अंगीकार न करें, चाहे आपके गांव शहर के लोग आपको न माने, पर स्वर्ग का परमेश्वर वो आपको जानेगा, वो स्वीकार करेगा. ഈ വേദഭാഗത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 7 കാര്യങ്ങൾ, 7 ബി ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് പഠിക്കുവാൻ കോണം ഇടയായി. इन वचनों में से पिछले हफ्तों में 7 धन्य वचनों के बारे में हमने सीखा. ഈ 7 വചനങ്ങളും നമ്മൾ ഓരോ ആഴ്ചയിലും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകേണ്ടത്, ആ വിശ്വാസം എങ്ങനെയാണ് വളരേണ്ടത്, അത് വളർന്ന് ഒരു പക്വതയുള്ള
പൂർണ്ണ വളർച്ചയെത്തി ഒരു വിശ്വാസിയായി ഒരു കർത്താവിന്റെ ശിഷ്യനായി നമ്മൾ എങ്ങനെ തീരണമെന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ പഠിക്കുവാൻ നമുക്കിവിടെയായി. ये सातों वचन एक एक हफ्ते में जब हम सीख रहे थे तो हमने पिछले हफ्तों में ये सीखा कि हमारी जिंदगी में विश्वास कैसा होना चाहिए, वो विश्वास कैसे बढ़ना चाहिए और उस विश्वास के बढ़ने के द्वारा कैसे हमें मसीह में एक परिपक्व मसीही बनना है। സഹോദരങ്ങളെ, നിങ്ങൾ ഈ വചനം കേൾക്കുന്നതിന് മുമ്പുള്ള ജീവിത അനുഭവമാണോ ഇപ്പോൾ ഈ ആഴ്ചകൾക്ക് ശേഷം നമ്മുടെ ജീവിതത്തിലുള്ളത്? भाइयों, क्या आपकी पहले की जिंदगी का जो अनुभव था, क्या इन हफ्तों की शिक्षा के बाद आपका अनुभव वैसा ही है? നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ആത്മാവിൽ ദരിദ്രരായി, കർത്താവെ എനിക്കൊന്നുമില്ല എന്നുള്ള ബോധ്യത്തിൽ അഹങ്കരിക്കുവാൻ, നിഗളിക്കുവാൻ തക്കവണ്ണം എന്റെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ള ബോധ്യത്തിലാണോ ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്? क्या इन दिनों में आप प्रभु की उपस्थिति में इस एहसास के साथ, इस बोध के साथ में आते हैं कि प्रभु मेरे पास कुछ नहीं है, मैं कुछ नहीं हूं, मैं आत्मा में दीन हूं, नम्र हूं? क्या इस एहसास के साथ हम प्रभु के पास आते हैं? ഈ ലോകത്തിൽ പലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും, മറ്റുള്ളവരെക്കാൾ പലതിലും നമ്മൾ ശ്രേഷ്ഠരാണെങ്കിലും, ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നമുക്കൊരു ദുഃഖമുണ്ടോ? കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്നവണ്ണം എനിക്ക് ആകുവാൻ ഇതുവരെ കഴിഞ്ഞില്ലല്ലോ എന്നോർത്തൊരു ദുഃഖമുണ്ടോ? इस दुनिया में कईयों से हम श्रेष्ठ होंगे, आगे होंगे, लेकिन क्या प्रभु की उपस्थिति में जब आते हैं तो क्या हमारे अंदर ये दुख है कि प्रभु जैसे आप चाहते हैं उस तरह से अभी तक मैं नहीं बन पाया हूं, नहीं हो पाया हूं? നമ്മുടെ ജീവിതത്തിൽ സൗമ്യത കടന്നു വന്നിട്ടുണ്ടോ? കർത്താവിന്റെ വചനം പറയുന്നു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കുമെന്ന്. നമ്മുടെ ജീവിതത്തിൽ ആ സൗമ്യത, മീക്ക്നെസ് കടന്നു വന്നിട്ടുണ്ടോ? क्या हमारी जिंदगी में नम्रता आई है? क्योंकि वचन कहता है कि धन्य है वे जो नम्र है, क्योंकि वे पृथ्वी के अधिकारी होंगे। तो क्या वो नम्रता हमारी जिंदगी में आई है? നമുക്ക് നീതിക്ക് വേണ്ടിയുള്ള ഒരു ദാഹമുണ്ടോ? നമ്മുടെ ചുറ്റും ദുഷ്ടത വർദ്ധിക്കുമ്പോൾ, പാപം വർദ്ധിക്കുമ്പോൾ, അനേകർ തങ്ങൾക്ക് തോന്നുന്ന വഴികളിലേക്ക് കടന്നുപോയി ജീവിതം തകർത്തുകൊണ്ട് ഇരിക്കുന്നത് കാണുമ്പോൾ അവരെ കുറിച്ചൊരു ദുഃഖം, ദൈവനീതിക്ക് വേണ്ടി നിൽപ്പാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടോ? क्या हमारे अंदर धार्मिकता की भूख और प्यास है? जब हमारे चारों ओर दुष्टता बढ़ती है, लोग अपनी मन मर्जी जिंदगी जी रहे हैं, तबाही की ओर जब बढ़ रहे हैं, तो क्या एक धार्मिकता की भूख और प्यास हमारे अंदर है और क्या वो बढ़ रही है? ദൈവവചനം നമ്മൾ പഠിച്ചു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർക്ക് അവർക്ക് കരുണ ലഭിക്കുമെന്ന്. ഈ ദിവസങ്ങളിൽ മറ്റുള്ളവരുടെ കരുണ കാണിക്കുവാനുള്ള ഒരു ആഗ്രഹം, അത് സ്വന്തം കുടുംബത്തിൽ ഭാര്യ ഭർത്താവിനോടായിക്കൊള്ളട്ടെ, ഭർത്താവ് ഭാര്യയോടായിക്കൊള്ളട്ടെ, അപ്പനും അമ്മയും മക്കളോടായിക്കൊള്ളട്ടെ, ചുറ്റുപാടുകളോടായിക്കൊള്ളട്ടെ, സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ ഈ വചനം കേട്ട് കഴിഞ്ഞ് കരുണ ഉണ്ടാകുവാൻ കോണം തുടങ്ങിയിട്ടുണ്ടോ? धन्य है, परमेश्वर का वचन कहता है, धन्य है वे जो दयावंत है, क्योंकि उन पर दया की जाएगी। इन दिनों में क्या हमारी जिंदगी में, हमारे मन में क्या दूसरों के प्रति, चाहे वो पति पत्नी के रिश्ते में हो, बच्चों के प्रति, माता पिता के प्रति, या फिर हमारे आसपास के लोगों के प्रति, हमारे साथ काम करने वालों के प्रति, क्या एक दया करने की इच्छा हमारे अंदर आई है? क्या उनके प्रति एक दया हमारे अंदर मन में है? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു, ഹൃദയശുദ്ധി ഉള്ളവരാണ് ദൈവത്തെ കാണുന്നതെന്ന്. നാം മറ്റുള്ളവരിലേക്ക് നോക്കാതെ, പുറത്ത് നമ്മൾ കാണിക്കുന്ന പ്രകടനങ്ങളിൽ ആശ്രയിച്ച് സന്തോഷിക്കാതെ, സംതൃപ്തിയോടുകൂടി ഇരിക്കാതെ, നമ്മുടെ ഉള്ളിലേക്ക് നോക്കി എൻ്റെ ഉള്ളിൽ ഹൃദയശുദ്ധി ഉണ്ടോ എന്ന് നമുക്കൊന്ന് സ്വയം ശോധന ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ കഴിയുന്നുണ്ടോ? पिछले दिनों में हमने ये सीखा कि धन्य है वे जिनके मन शुद्ध हैं, क्योंकि वे परमेश्वर को देखेंगे। बाहरी दिखावे के द्वारा या फिर बाहरी आडंबरों से अलग क्या हम अपने दिल की शुद्धता को जांच पा रहे हैं? क्या हम ये देखते हैं कि हमारे दिल शुद्ध है, मन प्रभु के सामने शुद्ध है? ദൈവസന്നിധി നാം നിൽക്കുമ്പോൾ, കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ, ആരോടും പകയില്ലാതെ, ആരോടും വിദ്വേഷമില്ലാതെ, അഹങ്കാരമില്ലാതെ, താഴ്മയുള്ള, എളിമയുള്ള ഒരു ഹൃദയമാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതെങ്കിൽ അത് ഹൃദയത്തിൽ ശുദ്ധിയുള്ള ജീവിതമാണ്. जब परमेश्वर की उपस्थिति में हम खड़े होते हैं, अगर हमारे मन में किसी के प्रति कोई बैर नहीं है, कोई क्रोध नहीं है, कोई नफरत नहीं है, कोई अहंकार या घमंड नहीं है, तो हमारा मन शुद्ध है। परमेश्वर की उपस्थिति में हमारा मन शुद्ध है। കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവിടെ എഴുതിയിരിക്കുന്നു, അവർ ദൈവത്തിന്റെ പുത്രന്മാർ വിളിക്കപ്പെടുമെന്ന്. पिछले हफ्ते हमने सीखा, धन्य है वे जो मेल कराने वाले हैं, क्योंकि वे परमेश्वर के पुत्र कहलाएंगे। സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ സമാധാനമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് സമാധാനത്തെ കൊടുക്കുവാൻ നമുക്ക് കഴിയും. भाइयों, अगर हमारी जिंदगी में शांति है, केवल तभी हम दूसरों को शांति दे सकते हैं। സമാധാനമില്ലാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തുവിന്റെ സമാധാനത്തിൽ നാം ആശ്രയിക്കുന്നുണ്ടോ? हमारी जिंदगी में जब ऐसी परिस्थितियां आती है जिनमें शांति हमारे अंदर नहीं रहती, क्या तब हम मसीह की शांति पर निर्भर होते हैं?
സമാധാനമില്ലാത്തവർ സമാധാനമുണ്ടെന്ന് അഭിനയിക്കുകയാണോ? സമാധാനമുള്ളിടത്ത് സമാധാനം ഇല്ലാതാക്കുവാൻ നമ്മൾ ശ്രമിക്കുകയാണോ? അതോ ദൈവത്തിന്റെ സ്വഭാവമാകുന്ന സമാധാനം നാം മറ്റുള്ളവരുടെ ഇടയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവസന്നിധി നമ്മളെ സമർപ്പിക്കുന്നുണ്ടോ? क्या हम शांति न होने पर भी शांति होने का दिखावा करते हैं, या जहां शांति है वहां की शांति खत्म करने की हम कोशिश करते हैं, या हम परमेश्वर की शांति को हर जगह फैलाने की कोशिश में लगे रहते हैं? സഹോദരങ്ങളെ, ഇന്നത്തെ രാത്രി ആ ഭാഗം പറഞ്ഞ് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് കുറവുള്ളത്? ഈ കേട്ട വചനത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ സത്യമല്ല എങ്കിൽ ഇന്നത്തെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കർത്താവിന്റെ പാദപീഠത്തിലേക്ക് മുട്ടുമടക്കി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, എൻ്റെ ജീവിതത്തിന്റെ കുറവുകൾ ഇതാണ്. എനിക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല, എനിക്ക് താഴ്മയില്ല, എൻ്റെ ജീവിതത്തിൽ അഹന്തയാണ്, എൻ്റെ ജീവിതത്തിൽ സന്തോഷിക്കുവാനും കരുണ കാണിക്കുവാനും കഴിയുന്നില്ല. എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിക്കണമേ, ഞങ്ങളുടെ പരിശുദ്ധ ആത്മാവിനാൽ സഹായിക്കണമേ എന്ന് സഹോദരങ്ങളെ പ്രാർത്ഥിച്ചാണ്. भाइयों, इतने वचनों के आधार पर मैं आपसे एक बात पूछना चाहता हूं कि इन वचनों में से किस बात की आपकी जिंदगी में कमी है? अगर आपको लगता है कि इनमें से कोई भी वचन मेरी जिंदगी में सच नहीं बैठता है, तो आज रात को सोने से पहले प्रभु के सामने घुटने टिकाकर प्रभु से प्रार्थना करें, प्रभु से कहें कि प्रभु, मेरे अंदर दीनता नहीं है, मेरे अंदर शांति नहीं है, मेरे अंदर मेल नहीं है, नम्रता नहीं है, अहंकार है, घमंड मेरे अंदर है प्रभु, तो इनको मेरी जिंदगी से दूर कर एक शुद्धता मेरे अंदर दे। आज रात को सोने से पहले प्रभु के सामने इस प्रार्थना को आप करें। കാരണം നാളത്തെ ദിവസം നമ്മുടെ കയ്യിലുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്തും എന്തും സംഭവിക്കാം. അതല്ല എങ്കിൽ കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരാം. നമ്മൾ കൈവിടപ്പെട്ടു പോകുവാനോ ദൈവസന്നിധിയിൽ കുറ്റമുള്ളവരായി നിൽപ്പാനോ ഇടയാവരുത്. क्योंकि कल का दिन हमारे हाथ में नहीं है। हो सकता है हम इस दुनिया से चले जाएं या फिर हमारा प्रभु वापस आ जाए, तो कहीं ऐसा ना हो कि हम प्रभु के आगमन में पीछे छूट जाएं या फिर उसके सामने हम दोषी ठहरें। നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം ഇത് മാത്രമായിരിക്കണം. ദൈവസന്നിധിയിൽ നാം നീതീകരിക്കപ്പെടണം. ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവരായി നിൽക്കുവാൻ നമുക്കിടയാവണം. हमारी जिंदगी का सिर्फ यही लक्ष्य होना चाहिए कि हम परमेश्वर के सामने धर्मी ठहरें, उसकी उपस्थिति में हम दोषी न ठहरें। അടുത്ത ബി ആറ്റിറ്റ്യൂഡ് പഠിക്കുവാനായിട്ട് നമ്മൾ പോവുകയാണ്. ഈ ബി ആറ്റിറ്റ്യൂഡിന് മറ്റ് 7 എണ്ണത്തിൽ നിന്ന് വേറൊരു വ്യത്യാസമുണ്ട്. अगला धन्य वचन हम सीखने जा रहे हैं। ये धन्य वचन पिछले 7 धन्य वचनों से कुछ अलग है। ഈ വചനത്തിൽ ഒരു കമാൻഡ്മെന്റ് ഉണ്ട്. ഈ വചനം പറഞ്ഞതിനു ശേഷം ദൈവം അതിന്റെ അവസാനം ഒരു കൽപ്പന നമുക്ക് തന്നിട്ടുണ്ട്. इस धन्य वचन के बाद में परमेश्वर एक आज्ञा हमें देता है। ഇത് ഒരു ടെസ്റ്റ് ആണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷ തരികയാണ്. ഈ പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഈ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ശോധന ചെയ്യണം. ये हमारी जिंदगी की एक परख है। हमें ये परखना है कि क्या हमारी जिंदगी में ये नजरिया है। കഴിഞ്ഞ 7 ബി ആറ്റിറ്റ്യൂഡും നമ്മൾ അനുസരണ കാണിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ പക്വത പ്രാപിച്ചോ ഇല്ലയോ എന്നുള്ളതിന്റെ ടെസ്റ്റാണ് ഈ 8ാമത്തെ തിരുവചനം. ये पिछले 7 वचनों में क्या हमने परमेश्वर की बात को मानते हुए आज्ञा पालन को दिखाया है, उन्हें अपनी जिंदगी में अपनाया है या नहीं, इस बात की जांच 8वें वचन में होती है। ഞാൻ ആ വാക്യം പ്രാരംഭമായിട്ടൊന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. मैं उस वचन को पहले पढ़ना चाहता हूं। മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ടെല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിക്കുവിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. मत्ती का सुसमाचार 5वां अध्याय उसका 10 से 12 तक के वचन। धन्य हैं वे जो धार्मिकता के कारण सताए जाते हैं, क्योंकि स्वर्ग का राज्य उन्हीं का है। धन्य हो तुम जब मनुष्य मेरे कारण तुम्हारी निंदा करें और सताएं और झूठ बोल बोल कर तुम्हारे विरोध में सब प्रकार की बुरी बात कहें। तब आनंदित और मगन होना, क्योंकि तुम्हारे लिए स्वर्ग में बड़ा फल है, इसलिए कि उन्होंने उन भविष्यद्वक्ताओं को जो तुमसे पहले थे इसी रीति से सताया था। 10ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. 10वां वचन कहता है, धन्य हैं वे जो धार्मिकता के कारण सताए जाते हैं, क्योंकि स्वर्ग का राज्य उन्हीं का है।
സഹോദരങ്ങളെ, നീതി നിമിത്തം അല്ലെങ്കിൽ കർത്താവിന്റെ നാമനിമിത്തം നീ ഒരു വിശ്വാസിയായതിന്റെ നിമിത്തം എവിടെയെങ്കിലും ഉപദ്രവിക്കപ്പെടുന്നുണ്ടോ, അവഗണിക്കപ്പെടുന്നുണ്ടോ? भाइयों, धार्मिकता के कारण, प्रभु की संतान होने के कारण, क्या अपने विश्वास के कारण क्या आप कभी नीचे दिखाए जाते हैं, कभी आप नजरअंदाज किए जाते हैं? മാതാപിതാക്കൾ നിന്നെ ഒറ്റപ്പെടുത്താറുണ്ടോ? ഭാര്യ നിന്നെ ഒറ്റപ്പെടുത്താറുണ്ടോ? ഭർത്താവ് നിന്നെ ഒറ്റപ്പെടുത്താറുണ്ടോ? നിന്റെ കൂട്ടുകാർ നിന്നെ ഒറ്റപ്പെടുത്താറുണ്ടോ? क्या आपके माता पिता ने आपको अलग थलग कर दिया है? आपकी पत्नी ने, आपके पति ने आपको अलग थलग कर दिया है? कि आपके दोस्तों ने आपको अलग थलग कर दिया है? നിനക്ക് ലഭിക്കേണ്ടിയിരുന്ന അവകാശങ്ങൾ നിനക്ക് അതുമൂലം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? जो अधिकार आपको मिलने चाहिए थे, क्या इसके कारण उससे आप वंचित रह गए हैं? ഇവിടെ എഴുതിയിരിക്കുന്നു, അങ്ങനെയുള്ളവർക്കാണ് സ്വർഗരാജ്യം ലഭിക്കുക. यहाँ लिखा है, अगर ऐसा है तो ऐसों को ही स्वर्ग का राज्य मिलता है। ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ സഹോദരങ്ങളെ, 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാമോ? ആൺകുട്ടിയാണെങ്കിൽ ഒരു ടോയ് കാർ വേണം, കളിപ്പാട്ടം കാർ വേണം. പെൺകുട്ടിയാണെങ്കിൽ ഒരു ടെഡി ബിയർ വേണം. ഇങ്ങനെ നല്ല നല്ല ഭംഗിയുള്ള ഒരു ടെഡി ബിയർ വേണം. ഇതാണ് 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. मैं आपसे कहना चाहता हूँ, 1.5 साल का एक बच्चा अगर है तो उसकी सबसे बड़ी जिंदगी की इच्छा होगी कि उसको एक छोटी सी खिलौने वाली कार चाहिए, और अगर वो बच्ची है तो उसकी सबसे बड़ी इच्छा होगी कि उसको एक सुंदर सा मुलायम सा एक टेडी बियर खेलने के लिए मिले। ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കുഞ്ഞൊരു 15 വർഷം അങ്ങ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 20 വർഷം കഴിയുമ്പോൾ ആ കുഞ്ഞ് സ്നേഹിച്ചിരുന്ന കളിപ്പാട്ടങ്ങൾ കൊണ്ട് കയ്യിൽ കൊടുത്താൽ അതിനെ പിന്നീട് അവർ സ്നേഹിക്കുമോ? पर मैं आपसे ये पूछना चाहता हूँ, अगर 15 साल बाद में वो बच्चा जिस खिलौने को बहुत पसंद करता था, प्रेम करता था, क्या वो फिर उससे खेलना पसंद करेगा? ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ മുമ്പിൽ ഒരു ചോയ്സ് ദൈവം വെക്കുക, ഈ ഭൂമിയിൽ 500 വർഷം ജീവിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതോ എൻ്റെ കൂടെ സ്വർഗത്തിൽ അനന്തയുഗം വസിക്കുവാനാണോ നീ ആഗ്രഹിക്കുന്നത് എന്നൊരു ചോയ്സ് കർത്താവ് നമ്മുടെ മുമ്പിൽ വെച്ചാൽ ഏതായിരിക്കും നമ്മൾ ആഗ്രഹിക്കുക, തിരഞ്ഞെടുക്കുക? मैं आपसे पूछना चाहता हूं, अगर प्रभु हमारे सामने एक विकल्प रखे कि क्या तू इस धरती पर 500 साल जीना चाहता है या मेरे साथ युगानुयुग हमेशा हमेशा के लिए स्वर्ग में रहना चाहता है, तो हम इन दोनों में से किसको चुनेंगे? അതാണ് ആത്മീയ പക്വത വെളിപ്പെടുത്തുന്ന തീരുമാനം എന്ന് പറയുന്നത്. यही निर्णय आत्मिक परिपक्वता को दिखाता है। ഇവിടെ എഴുതിയിരിക്കുന്നു, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ഭൂമിക്ക് അല്ലെങ്കിൽ ഈ ലോകത്തിന് തടയുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നത് ഈ ലോകത്തിലുള്ള സൗഭാഗ്യങ്ങൾ മാത്രമാണ്. यहाँ पर लिखा है, धन्य है वे जो धार्मिकता के कारण सताए जाते हैं। भाइयों, यहाँ इस दुनिया में सिर्फ इस दुनिया के जो सुख हैं उन्हीं से हमें रोका जा सकता है। അപ്പനും അമ്മയ്ക്കും നമ്മളെ തടയുവാൻ കഴിയുന്നത് അവരുടെ സമ്പാദ്യം നമുക്ക് തരത്തില്ലെന്ന് പറയും, അവരുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേക്കാം, ചിലപ്പോൾ നമുക്ക് ജോലി നഷ്ടപ്പെട്ടെന്ന് പറയും, ചിലപ്പോൾ കൂട്ടുകാരുടെ കൂടെയുള്ള കൂട്ടുകെട്ട് നഷ്ടപ്പെട്ടെന്ന് പറയും. അങ്ങനെ നമുക്കുള്ള നഷ്ടങ്ങൾ കർത്താവിന്റെ നിമിത്തം, നീതി നിമിത്തം നമ്മൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളൊക്കെയും ഈ ലോകത്തിലുള്ള നഷ്ടങ്ങളാണ്. അത് വെറും വിലയില്ലാത്ത കളിപ്പാട്ടങ്ങളാണ്, നശ്വരമായ നഷ്ടങ്ങളാണ്. हो सकता है माता पिता जो हमें मिलना चाहिए उत्तराधिकार वो देने से मना कर दें या अपने घर से हमें निकाल दें। हो सकता है हमारी नौकरी छूट जाए, हो सकता है दोस्तों के साथ में हमारी दोस्ती टूट जाए। या इस तरह के जो नुकसान है वो सिर्फ इस दुनिया से जुड़े नुकसान है, वो सिर्फ खिलौनों की तरह है। इस दुनिया के जो छोटी मोटी चीजें हैं जो नुकसान के रूप में हमारी जिंदगी में धार्मिकता के कारण आती है या प्रभु की संतान होने के कारण आती है। കർത്താവ് പറയുന്നു, അങ്ങനത്തെ നൈമിഷികമായ ലഘുവായിരിക്കുന്ന ടെമ്പറലായിട്ടിരിക്കുന്ന താൽക്കാലികമായിരിക്കുന്ന നഷ്ടം നീ സഹിക്കുന്നുവെങ്കിൽ നിത്യമായ സ്വർഗരാജ്യം ഞാൻ നിനക്ക് തരും. प्रभु ये कह रहा है, अगर थोड़े समय की या फिर अल्पकाल के लिए ये जो कष्ट है, ये जो नुकसान है, इसको अगर तू झेलने के लिए तैयार है तो मैं तुझे अनंत स्वर्ग दूंगा। നമുക്കറിയാമല്ലോ, എത്രയോ ധനവാന്മാര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. ഈ അടുത്ത സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ടാറ്റ
രത്തൻ ടാറ്റ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, അദ്ദേഹം ഒത്തിരി മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അദ്ദേഹത്തിന്റെ പണം, അദ്ദേഹത്തിന്റെ ധനം, അദ്ദേഹത്തിന്റെ പ്രതാപം, അദ്ദേഹത്തിന് ജീവിതത്തിൽ ലഭിച്ച ക്രെഡൻഷ്യൽസ് എന്തിനെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറച്ചു കാലത്തെ കൂടെ നീട്ടുവാൻ തക്കവണ്ണം കഴിഞ്ഞു? इस दुनिया में कितने ही धनवान लोगों की मृत्यु होती है। अभी हाल ही में भारत के रतन टाटा की मृत्यु हुई। हम उनके बारे में सुनते हैं कि उन्होंने कई लोगों की काफी भलाई की थी, लेकिन क्या आपको लगता है कि उन्होंने अपनी जिंदगी में जो धन कमाया है, जो नाम, जो शोहरत कमाई है, जो रसूख बनाया है, क्या उनमें से कुछ भी उनकी जिंदगी को थोड़ा सा भी आगे बढ़ा सकता था? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ ലോകത്തിൽ നിനക്ക് ചിലത് നഷ്ടപ്പെട്ടു പോയി എന്ന് നീ കരുതുമ്പോൾ അത് നിന്റെ കയ്യിൽ ലഭിച്ചിരുന്നു എങ്കിൽ തന്നെയും ഒരു ഗ്യാരണ്ടിയും ഇല്ല എത്ര കാലം നീ അത് ഉപയോഗിക്കുമെന്നുള്ളത്. इसीलिए मेरे भाई और बहनों, मैं ये बात कह रहा हूं कि जिस चीज के बारे में आपको लगता है कि वो मुझसे छिन गई है, मैं वंचित रह गया हूं, या फिर जो मिलना चाहिए था वो मुझे नहीं मिला, अगर वो मिल भी जाता तो इस बात की कोई गारंटी नहीं है कि आप कितने समय तक उसको अपनी जिंदगी में रख सकते थे। എന്നാൽ അതിനേക്കാൾ എത്ര ശ്രേഷ്ഠമാണ് സർവശക്തനായ ദൈവം നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്ന സ്വർഗരാജ്യം. ഞാൻ ഈ ഭൂമി വിടുന്ന നാളിൽ എനിക്ക് അനന്തയുഗം കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത, ഭാരമില്ലാത്ത എൻ്റെ കർത്താവിനോട് കൂടെ സന്തോഷിച്ച് ജീവിക്കുവാനുള്ള അനന്തയുഗം കിട്ടുമെന്നുള്ള ഗ്യാരണ്ടി ഈ ലോകത്തിലുള്ളതിനേക്കാൾ എത്ര വലിയ ശ്രേഷ്ഠമാണ്. पर इन सब से कितनी उत्तम बात यह है कि हमारे स्वर्ग के पिता ने हमें इस दुनिया को छोड़ते ही उसी समय उस स्वर्ग में पहुंचने का वायदा दिया है, जहां पर हम अनंत काल तक, सदा सदा तक ऐसी जगह पर रहेंगे जहां कोई दुख नहीं है, कोई आंसू नहीं है, कोई पीड़ा नहीं है। ലോകത്തിലുള്ള മനുഷ്യർ അവർ എത്ര വലിയവരായാലും അവർ തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ നിന്ന് ചിലപ്പോൾ മാറിപ്പോകും. ചിലപ്പോൾ ആ വാഗ്ദത്തം തന്ന വ്യക്തി തന്നെ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ വാഗ്ദത്തം നിറവേറാതെ വരും. दुनिया के लोग चाहे कितने भी बड़े हों, उनके द्वारा किए गए वायदे कभी कभी अधूरे रह जाते हैं। हो सकता है जिसने वायदा दिया है वो इस दुनिया से चला जाए तो उसका वायदा भी अधूरा रह जाता है। പക്ഷെ അത്യുന്നതനായ നമ്മുടെ പിതാവ് പറഞ്ഞു, എന്റെ വാക്കുകൾ മാറിപ്പോകത്തില്ല. ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും എന്റെ വായിൽ നിന്ന് നിന്നോട് ഞാൻ തന്നിരിക്കുന്ന വാഗ്ദത്തം അണുവിട മാറിപ്പോകത്തില്ല. पर हमारा परम प्रधान परमेश्वर ये कहता है कि चाहे आकाश टल जाए, चाहे पृथ्वी टल जाए, तो भी मेरा कहा गया वचन, उसका एक बिंदु या मात्रा भी पूरा हुए बिना नहीं टलेगा। അത് കേട്ടാണ് അനേക ദൈവമക്കൾ, ദൈവദാസന്മാർ ഇംഗ്ലണ്ടിൽ നിന്ന് നാട്ടിലെത്തിയത്. അമേരിക്കയിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയ മിഷണറിമാരൊക്കെ അവർക്കുണ്ടായിരുന്ന താൽക്കാലികമായ ഈ ലോക സുഖങ്ങളൊക്കെ വിട്ട് കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ തയ്യാറായതിന്റെ കാരണം അവര് മനുഷ്യർ പറഞ്ഞ വാഗ്ദത്തത്തിലല്ല വിശ്വസിച്ചത്, അത്യുന്നതനായ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ്. इसी बात को सुनकर इंग्लैंड से, अमेरिका से बहुत से मिशनरी लोग अपना सब कुछ छोड़कर, त्याग कर दुनिया भर के अलग अलग देशों में मिशनरी के रूप में गए, क्योंकि उनके निकलने के पीछे एक कारण ये था कि उन्होंने इंसान के वायदे को नहीं, सर्वोच्च परमेश्वर के वायदे को सुनकर उसके पीछे चलने का निर्णय लिया था। ഞാനൊരു ഗ്യാരണ്ടി നിങ്ങളോട് പറയാം ദൈവമക്കളെ, കർത്താവിന്റെ വചനത്തിൽ വിശ്വസിച്ച് നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നെങ്കിൽ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ, നീയോ നിന്റെ കുടുംബമോ നിന്റെ കുഞ്ഞുങ്ങളോ നിന്റെ തലമുറകളോ അപമാനിക്കപ്പെടുവാനും ലജ്ജിക്കപ്പെടുവാനും സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. परमेश्वर के जनों, मैं आपको एक गारंटी देना चाहता हूं, अगर आप प्रभु पर विश्वास कर, परमेश्वर के वचन पर विश्वास करते हुए प्रभु की सेवा के लिए निकलते हैं, अगर आप प्रभु के लिए खड़े रहते हैं, दृढ़ रहते हैं, तो प्रभु आपको या आपके बच्चों को जिंदगी में कभी लज्जित नहीं होने देगा, अपमानित या निंदित नहीं होने देगा। 11ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. 11वां वचन कहता है, धन्य हो तुम जब मनुष्य मेरे कारण तुम्हारी निंदा करें और सताएं और झूठ बोल बोलकर तुम्हारे विरोध में सब प्रकार की बुरी बात कहें। സഹോദരന്മാരെ സഹോദരിമാരെ, കർത്താവിന്റെ നാമം മൂലം നിങ്ങൾ നിന്ദിക്കപ്പെടുന്നുണ്ടോ, പരിഹസിക്കപ്പെടുന്നുണ്ടോ? भाइयों और बहनों, क्या प्रभु के नाम की खातिर, उस पर विश्वास की खातिर क्या आपका मजाक उड़ाया जा रहा है? क्या आप अपमानित हो रहे हैं? നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മറ്റുള്ളവർ കള്ളസാക്ഷ്യം പറയാറുണ്ടോ, കളവായി പറയാറുണ്ടോ? നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങളുടെ മേൽ കുറ്റമായി ആരോപിക്കാറുണ്ടോ? क्या आपके बारे में दूसरे लोग झूठी गवाही देते हैं, झूठ बोलते हैं जो आपने नहीं किया है? क्या उसका झूठा आरोप आप पर लगाते हैं?
കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്നത് കൊണ്ട് എന്ത് പരിഹാസം സഹിച്ചാലും നിന്ന സഹിച്ചാലും കർത്താവ് പറയുന്നു നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന്. प्रभु के नाम की खातिर चाहे कैसी भी निंदा, कितना भी अपमान झेलना पड़े, अगर हम उसे झेलते हैं तो प्रभु कहता है तुम धन्य हो। കാരണം 12ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, क्योंकि उसका कारण 12वें वचन में लिखा है, അവിടെ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിക്കുവിൻ, നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. तब आनंदित और मगन होना, क्योंकि तुम्हारे लिए स्वर्ग में बड़ा फल है, इसलिए कि उन्होंने उन भविष्यद्वक्ताओं को जो तुमसे पहले थे इसी रीति से सताया था। സഹോദര സഹോദരി, നീ കേൾക്കണമേ, ഓരോ നിന്ന നീ ഏൽക്കുമ്പോഴും, ഓരോ പരിഹാസം നീ ചുമക്കുമ്പോഴും, ഓരോ നഷ്ടം നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോഴും സ്വർഗത്തിലുള്ള പ്രതിഫലം കൂടിക്കൊണ്ടിരിക്കുകയാണ്. भाइयों और बहनों, इस बात को ध्यान से सुनना कि एक एक बार जब आप निंदित होते हैं, एक एक बार जब आप अपमानित होते हैं, एक एक बार जब आप नुकसान झेलते हैं, तब तब स्वर्ग में आपका प्रतिफल बढ़ता जाता है। അതുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ ദുഃഖം സഹിക്കുവാനോ നിന്ദ സഹിക്കുവാനോ പരിഹാസം സഹിക്കുവാനോ ഇന്നു മുതൽ നീ ലജ്ജിക്കരുത്. इसलिए आज से प्रभु के नाम की खातिर दुख सहने में या लज्जा सहने में या फिर अपमानित होने में या मजाक उड़ाए जाने में आपको शर्मिंदा नहीं होना है। ഇവിടെ ഒരു കമാൻഡ്മെന്റ് ഉണ്ട്, ഇവിടെ ഒരു കൽപ്പനയുണ്ട്, അത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. और यहाँ पर एक आज्ञा है जो मैं आपको पढ़ के सुनाता हूँ। ഇവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കുവിൻ, ബി ഗ്ലാഡ് ആൻഡ് റിജോയ്സ്, ഇറ്റ്സ് എ കമാൻഡ്മെന്റ് ഫ്രം ഗോഡ്. यहाँ लिखा है तब आनंदित और मगन होना, ये प्रभु की एक आज्ञा है। ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. കാരണം ഇത് സംഭവിക്കുമ്പോൾ നമ്മൾ ലജ്ജിക്കരുത്, നമ്മൾ സംഭവിക്കുമ്പോൾ ഭയപ്പെടരുത്, നമ്മൾ പുറകോട്ട് ഓടരുത്. നമ്മൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിക്കുമ്പോൾ കർത്താവിന്റെ വചനം, ഈ വചനം നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. നമ്മുടെ സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം വലുതാണ് കർത്താവിന്റെ നാമത്തിൽ നാം കഷ്ടത അനുഭവിക്കുമ്പോൾ. ये प्रभु की एक आज्ञा है कि जब ये सब कुछ होता है तो हमें शर्मिंदा नहीं होना है, तो हमें डरना नहीं है। ये प्रभु की एक आज्ञा है कि जब जब हमारे घर में या हमारे आसपास ऐसा कुछ भी होता है तो हम डर न जाएं, इस वचन को हम याद करें और हमें ये हमेशा ध्यान रखना है कि स्वर्ग में हमारा एक बड़ा प्रतिफल है। പഴയ നിയമത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല പ്രമാണം. पर पुराने नियम की व्यवस्था ऐसी नहीं थी। പഴയ നിയമത്തിൽ ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഭൗതിക സ്വത്തുക്കൾ വർദ്ധിക്കുകയാണ്, അവരുടെ മക്കളുടെ എണ്ണം കൂടുകയാണ്, അവരുടെ ആരോഗ്യം കൂടുകയാണ്, ശത്രുക്കളെ അവർക്ക് കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം ബലം ലഭിക്കുകയാണ് ചെയ്തിരുന്നത്. पुराने नियम में अगर परमेश्वर किसी व्यक्ति को आशीष देता था तो वो आशीष उसके धन की बढ़ोतरी में नजर आती थी, वो आशीष उसकी तंदुरुस्ती में नजर आती थी, उसके बच्चों की गिनती ज्यादा होती थी और उसके दुश्मनों पर वो हावी होता था। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരുപക്ഷെ നമ്മളിൽ പലരും ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ദൈവം എന്നെ അനുഗ്രഹിക്കുകയാണെങ്കിൽ എൻ്റെ പണം വർദ്ധിക്കും, എൻ്റെ ആരോഗ്യം വർദ്ധിക്കും, എൻ്റെ മക്കൾക്ക് ആരോഗ്യം ഉണ്ടാകും, ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഭൗതികതയിലേക്കാണ് നമ്മുടെ കണ്ണുകൾ പോകുന്നത് പലരുടെയും. मेरे भाइयों और बहनों, शायद हम में से कई लोग इसी तरह से सोचते हैं कि अगर परमेश्वर मुझे आशीष देगा तो मेरा धन बढ़ जाएगा, मेरी तंदुरुस्ती बढ़ जाएगी, मेरे बच्चे तंदुरुस्त होंगे, मुझे अच्छा भविष्य मिलेगा। सब लोगों की नजरें ज्यादातर भौतिक चीजों पर ही टिकती हैं। നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിന്ദിക്കപ്പെട്ട, ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെട്ട, ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട വ്യക്തി ആരാണെന്ന്? ആ വ്യക്തി മറ്റാരുമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശു കർത്താവ്. क्या आपको पता है इस दुनिया में सबसे ज्यादा सताया गया, सबसे ज्यादा अपमानित किया गया, जिसका सबसे ज्यादा मजाक उड़ाया गया, वो व्यक्ति कौन है? वो और कोई नहीं, हमारा प्रभु यीशु है। നിങ്ങൾക്കറിയാമല്ലോ യേശു കർത്താവ് ആരാണെന്ന്? അത്യുന്നതനായ ദൈവത്തിന്റെ, സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രൻ. आपको पता होगा कि हमारा प्रभु यीशु कौन है? वो सर्वोच्च परम प्रधान परमेश्वर का इकलौता पुत्र है। പഴയ നിയമത്തിൽ ദൈവജനത്തെ അനുഗ്രഹിച്ച പിതാവ് എന്തുകൊണ്ട് പുതിയ നിയമത്തിൽ തന്റെ സ്വന്തം പുത്രനായ യേശു കർത്താവ് നിന്നയേറ്റപ്പോൾ, പരിഹാസമേറ്റപ്പോൾ, പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, അടികൊണ്ടപ്പോൾ, ക്രൂശുമരണം അനുഭവിച്ചപ്പോൾ മിണ്ടാതിരുന്നു? पुराने नियम में अपने लोगों को, अपनी संतानों को आशीष देने वाला परमेश्वर नए नियम में जब उसके खुद के इकलौते पुत्र को सताया जाता है, अपमानित किया जाता है, निंदित किया जाता है, मजाक उड़ाया जाता है,
क्रूस पर चढ़ाया जाता है, तब वो चुप क्यों रहता है? യേശു കർത്താവിന്റെ പിന്നാലെ അനുഗമിച്ച 12 ശിഷ്യന്മാരെ കുറിച്ച് അറിയാമല്ലോ. 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്ന ഭയഭക്തി നിറഞ്ഞ പാവപ്പെട്ട ദൈവമക്കളെ അറിയാമായിരുന്നല്ലോ. അവർ സിംഹത്തിന്റെ മുമ്പിലേക്ക് എറിയപ്പെട്ടപ്പോൾ, അവരെ കടിച്ചു കീറി സിംഹം കൊന്നുകളഞ്ഞപ്പോൾ, അവർ തീയിലൂടെ എരിഞ്ഞപ്പോൾ അത്യുന്നതനായ പിതാവ് എന്താ മിണ്ടാതെ ഇരുന്നത്? प्रभु यीशु के 12 चेलों के बारे में आप जानते होंगे। पहली और दूसरी सदी के सीधे साधे साधारण से विश्वासियों, मसीहियों के बारे में आप जानते होंगे। उनको जब आग में जलाया गया, उनको जब मारा गया, उनको जब भूखे शेरों के सामने डाला गया, वो जब मौत के शिकार हुए, तब वो परम प्रधान परमेश्वर चुप क्यों रहा? വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം അവരെ അനുഗ്രഹിച്ചപ്പോൾ അവർക്ക് കൊടുത്തിരുന്ന വാഗ്ദത്തങ്ങളൊക്കെ ഭൂമിയിലുള്ള വാഗ്ദത്തങ്ങളായിരുന്നു. बड़े ध्यान से सुनिएगा कि पुराने नियम में जब परमेश्वर ने अपने लोगों को आशीष देने के लिए वायदा जो दिया था, तो वो सारे वायदे इस धरती से जुड़े हुए वायदे थे। അവരോട് പറഞ്ഞത് മിസ്രൈമിൽ നിന്ന് അവരെ വിടുവിച്ച് കനാൻ ദേശത്തേക്ക് എത്തിക്കാമെന്ന് ദൈവം പറഞ്ഞു. അതനുസരിച്ചവരെ കർത്താവ് കനാൻ ദേശത്ത് എത്തിക്കുകയും ചെയ്തു. उनसे परमेश्वर ने ये कहा था कि वो उनको मिस्र से छुटकारा देकर कनान देश में पहुंचा देगा, और जो कहा था उसके अनुसार वो उन्हें कनान में ले जाता है। പക്ഷെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഈ ഭൂമിയിലുള്ള വാഗ്ദത്തങ്ങളല്ല. കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഞാൻ ഇരുത്തും. पर हमें मिले हुए वायदे इस धरती के वायदे नहीं है। प्रभु ने हमसे क्या कहा है कि जहां मैं हूं वहां तुम भी रहोगे। വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ ജയിച്ച് പിതാവിനോട് കൂടെ ഇരിക്കുന്നത് പോലെ ജയിക്കുന്നവൻ എന്നോട് കൂടെ ഞാൻ ഇരിക്കുന്നിടത്തിരിക്കും. प्रकाशित वाक्य 3 के 21 में लिखा है कि जो जय पाए मैं उसे अपने साथ अपने सिंहासन पर बैठाऊंगा, जैसे मैं भी जय पाकर अपने पिता के साथ उसके सिंहासन पर बैठ गया। അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ദൈവം നല്ലവനാണെന്നും ദൈവം വല്ലഭനാണെന്നും പറയുന്നതിനകത്ത് ഒരു പ്രയാസവുമില്ല. जब आशीषें मिलती है तो ये कहने में कोई दिक्कत नहीं होती कि परमेश्वर भला है, परमेश्वर अच्छा है। എന്നാൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കുമ്പോഴാണ് യഥാർത്ഥമായി വെളിപ്പെടുന്നത് നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നില്ലയോ എന്ന്. पर प्रभु के नाम की खातिर जब कष्ट सहना पड़ता है, तब असल में हमें पता चलता है कि क्या असल में हम परमेश्वर से प्रेम करते हैं, क्या असल में हम उसकी सेवा करते हैं। ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, കർത്താവിന്റെ നാമനിമിത്തം ദുഃഖം സഹിക്കേണ്ടി വരുമ്പോൾ, അതിന്റെ മധ്യത്തിലാണ് കർത്താവിനോടുള്ള സ്നേഹം നമ്മൾ വെളിപ്പെടുത്തേണ്ടത്. बोझ और परेशानियां जब हमारी जिंदगी में आती हैं, प्रभु की नाम की खातिर हमारी जिंदगी में जब कष्ट और मुसीबतें आती है, तो उनके बीच में हमें प्रभु के प्रति अपने प्रेम को प्रकट करना है। നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് എന്താണ് സഹോദരങ്ങളെ? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ കഷ്ടം സഹിക്കാൻ തയ്യാറാകുന്നു. भाइयों, हमारे बच्चों के प्रति हमारे प्रेम का सबूत क्या है कि हम अपने बच्चों की खातिर दुख उठाने के लिए तैयार हो जाते हैं। നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ? അവർ ആരോഗ്യത്തോടെ നടക്കുമ്പോൾ അവർക്ക് ഡ്രസ് എല്ലാം കൊടുക്കും, ഭക്ഷണം എല്ലാം കൊടുക്കും, അവരെ സ്കൂളിൽ കൊണ്ടുവിടും, പഠിപ്പിക്കും, എല്ലാം ചെയ്യും. പക്ഷെ അവര് ആ കുഞ്ഞുങ്ങൾക്ക് രോഗങ്ങൾ വരുമ്പോൾ, അവർ മരിക്കാറാകുമ്പോൾ നമ്മൾ ആരെങ്കിലും അവരെ കൈവിടാറുണ്ടോ? क्या हम में से कोई भी ऐसा करता है कि जब बच्चा तंदुरुस्त होता है तो उसको खाना देता है, कपड़े देता है, स्कूल भेजता है, पढ़ाता है, लेकिन जब बच्चा बीमार पड़ जाता है या फिर जब वो मरने वाला होता है तो क्या उसका हाथ छोड़ देता है? कोई हम में से कोई भी ऐसा करता है? നിങ്ങൾ ആരെങ്കിലും റോഡിലൂടെ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ മോനെ റോഡിലിട്ടുകൊണ്ട് 10 പേര് കൂടി തല്ലി ചതക്കിയാന്ന് വെച്ചോ, കൊല്ലാൻ തുടങ്ങിയാണെന്ന് വെച്ചോ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സ്വന്തം ജീവനെ ആഗ്രഹിച്ചുകൊണ്ട് അത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചും പോകാറുണ്ടോ? അതോ നിങ്ങളുടെ ജീവനെ പണയം വെച്ചുകൊണ്ട് ആ 10 പേരോട് മല്ലിട്ട് നിങ്ങളുടെ കുഞ്ഞിനു വേണ്ടി നിങ്ങൾ പീഡനം സഹിക്കുമോ? मान लो आप सड़क पर जा रहे हैं और आपके बेटे को 10 जने एक साथ मिलकर मार रहे हैं, उसको जान से मारने के लिए वो उसके पीछे पड़े हुए, तो क्या आप उसे वहीं छोड़कर निकल जाएंगे, या फिर आप जान की बाजी लगाकर अपने बच्चे को छुड़ाने के लिए उन 10 लोगों से भिड़ जाएंगे? അവിടെയാണ് തെളിയുന്നത് നാം ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്നുള്ളത്. ആ കുഞ്ഞിനു വേണ്ടി പീഡനം സഹിക്കുവാൻ, ആ കുഞ്ഞിനു വേണ്ടി നിന്ദ സഹിക്കുവാൻ, ആ കുഞ്ഞിനു വേണ്ടി ഉപദ്രവം സഹിക്കുവാൻ നാം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ആ കുഞ്ഞിനോടുള്ള നമ്മുടെ സ്നേഹം എത്ര വലിയതാണെന്ന് ആ കുഞ്ഞിനും കണ്ടു നിൽക്കുന്നവർക്കും മനസ്സിലാകുക. वहीं पर ये बात साबित होती है कि हम उस बच्चे से कितना प्रेम करते हैं। जब हम उस बच्चे की खातिर अपमान झेलने के लिए तैयार हो जाते हैं, जब हम उस बच्चे की खातिर लड़ाई के लिए तैयार हो जाते हैं, जब हम उस बच्चे की खातिर कष्ट और दुख झेलने के लिए तैयार हो जाते हैं, तब उस बच्चे को और देखने वालों को ये पता चलता है कि हम उस बच्चे से कितना प्रेम करते हैं।
വേറൊരു വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിലുള്ള ജനത്തെ അവരെത്ര വലിയവരായിരുന്നാലും, എത്ര വലിയ പ്രവാചകന്മാരായിരുന്നാലും, എത്ര വലിയ പോരാളികളായിരുന്നാലും അവരൊക്കെ വെറും ദൈവത്തിന്റെ ദാസന്മാര് മാത്രമായിരുന്നു. और एक और फर्क है पुराने नियम के अंदर, वो ये कि पुराने नियम में वो व्यक्ति चाहे कितना भी बड़ा याजक हो, कितना भी बड़ा भविष्यवक्ता हो, या कितना भी बड़ा वो योद्धा हो, पर वो सबके सब परमेश्वर के दास और दासी ही थे। എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയേ, നമ്മൾ എത്ര ചെറിയവരായാലും ശരി, ലോകത്തിൽ ഒന്നും അറിയാൻ വയ്യാത്തവരാണെങ്കിലും ശരി, നമ്മൾ ദാസന്മാരല്ല, നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും. पर आप देखिए, हम लोग चाहे इस दुनिया में सबसे छोटे ही क्यों ना हो, चाहे हमें इस दुनिया के बारे में कुछ भी न पता हो, पर हम दास और दासी नहीं है, हम उसके बेटे और बेटियां हैं। വേറെ മൂന്നാമത്തെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഷ്ടത അനുഭവിക്കുവാനും കഷ്ടതയുടെ മധ്യത്തിലൂടെ കടന്നു പോകുവാനും തക്കോണം പഴയ നിയമത്തിലുള്ള വിശുദ്ധന്മാർക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നില്ലായിരുന്നു. और तीसरा एक फर्क, पुराने नियम के जो भक्त लोग थे वो कष्ट को झेल नहीं पाए, कष्टों में से गुजर नहीं पाए। क्यों? क्योंकि पवित्र आत्मा उनके अंदर नहीं रहता था। എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മളെ ദൈവത്തിന്റെ മന്ദിരമാക്കി ദൈവം മാറ്റി. നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ടു നടക്കുന്ന ദൈവത്തിന്റെ മന്ദിരങ്ങളാണ് പുതിയ നിയമത്തിൽ. और आप अपनी जिंदगी को देखिए, परमेश्वर का आत्मा हमारे अंदर वास करता है। परमेश्वर ने अपने आत्मा का मंदिर हमें बनाया है और हम परमेश्वर के आत्मा के वाहक हैं। ഒന്നാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് നോക്കിക്കേ, മുമ്പേ പറഞ്ഞതുപോലെ യേശു കർത്താവ് കഷ്ടതയിലൂടെ കടന്നുപോയത്, അപ്പോസ്തലന്മാർ കഷ്ടതയിലൂടെ കടന്നുപോയത്, പീഡനത്തിലൂടെ കടന്നുപോയത്, 1-2 നൂറ്റാണ്ടുകളിലുള്ളവർ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറായവര്, അവരൊക്കെ ആ അനുഭവത്തിലൂടെ കടന്നുപോയത് സ്വന്തം ബുദ്ധിയിലും സ്വന്തം കഴിവിലുമല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ദൈവകൃപയാലുമാണ്. पहली सदी से लेकर आज तक आप देखिए, प्रभु यीशु मसीह जो कष्ट झेलता है, जो दुख उठाता है, प्रभु के प्रेरित चेले जो कष्ट झेलते हैं, दुख उठाते हैं, और पहली सदी से लेकर आज तक के आप उन भक्तों को देखिए जो मसीह की खातिर दुख उठाने के लिए तैयार हो जाते हैं, मरने के लिए तैयार हो जाते हैं। वो सब अपनी बुद्धि से, अपनी ताकत से ये सब नहीं करते हैं, पर वो पवित्र आत्मा की सामर्थ्य के द्वारा ये सब करते हैं। ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാരുണ്ട്, ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്നൊക്കെ കടന്നു വന്ന് വർഷങ്ങൾ കൊണ്ട് രാജസ്ഥാനിലും ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും വസിക്കുന്നവരുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ പീഡനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരിൽ പലരും ശാരീരികമായി ഉപദ്രവം അനുഭവിച്ചിട്ടുണ്ട്. അവരെന്താ മടങ്ങി കേരളത്തിലേക്ക് പോകാതിരുന്നത്? मेरी बात को सुनने वाले लोगों, जो परमेश्वर के दास लोग हैं, कई केरल से परमेश्वर के दास लोग आए, राजस्थान में, भारत के अलग अलग जगहों पर कई वर्षों से सेवा कर रहे हैं मसीह की खातिर, सेवकाई की खातिर। कईयों ने परेशानी झेली है, उनके साथ शारीरिक रूप से मारपीट भी हुई है, सताया भी गया है, पर उनमें से ये लोग जो है वो वापस केरल की ओर क्यों नहीं चले जाते? അവരെ ഓരോരുത്തരെയും നോക്കി, അവർ വലിയ ബലവാന്മാരൊന്നുമല്ല, വലിയ ശക്തിശാലികളൊന്നുമല്ല, ബുദ്ധിശാലികളൊന്നുമല്ല. നിങ്ങളെ ഓരോരുത്തരെയും പോലെ ഭയമുള്ളവരാണ്, ശരീരത്തിൽ വേദനയുള്ളവരാണ്, ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണ്. എങ്കിലും അവർ നിൽക്കുന്നിടത്ത് നിന്ന് ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? उनमें से अगर आप देखेंगे तो हर एक को आप देखिए, आप उनमें कोई ज्यादा ताकतवर नहीं है, शक्तिशाली नहीं है, बुद्धिमान नहीं है। वो आप ही के जैसे लोग हैं। उनके अंदर भी डर है, उनके शरीर में भी दर्द होता है, उनकी जिंदगी में भी तंगी है, पर ये सब कुछ झेलते हुए अपने उन्हीं हालातों के बीच में ये क्यों टिके हुए हैं? കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ ജീവിതത്തിലേക്ക് ഭയം കടന്നു വന്നപ്പോൾ, വേദന കടന്നു വന്നപ്പോൾ, ബലഹീനത കടന്നു വന്നപ്പോൾ, അവർ പലരും പിന്നോട്ട് മാറുവാൻ തക്കവണ്ണം ശ്രമിച്ചപ്പോൾ, അവരുടെ ഉള്ളിൽ അവരെ ബലപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തി കൊടുത്തു, ദൈവകൃപ കൊടുത്തു, ധൈര്യം കൊടുത്തു. അതുകൊണ്ട് ഇന്നും അവരവിടെ നിലനിൽക്കുന്നു. और इसके पीछे का कारण सिर्फ यही है कि पिछले दिनों में जब उनकी जिंदगी में डर आया, जब उनकी जिंदगी में वो उन लोगों ने पीछे हटने की कोशिश की, जब उनकी जिंदगी में कष्टों और मुसीबतों के कारण उन्होंने पीछे हटने की सोची, उस समय पवित्र आत्मा ने उनको हिम्मत बनाई, धाड़स बंधाया, उनको बल दिया, और उसी हालात में बने रहने के लिए, टिके रहने के लिए उनको दृढ़ता प्रदान की। കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്തിലുള്ള ജീവിതം ക്ഷണികമാണെന്നുള്ള തിരിച്ചറിവ് കർത്താവ് അവർക്ക് കൊടുത്തപ്പോൾ, നിത്യമായതിനു വേണ്ടി നിലനിൽക്കുവാനും അതിനുവേണ്ടി അധ്വാനിക്കുവാനും തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ചെറിയ ആയുസ് കൊണ്ട് വലിയ കാര്യങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ നേടുവാനുമായിട്ട് അവർ സമർപ്പിച്ചിരിക്കുന്നു.
जब प्रभु ने उनको ये प्रकाशन दिया कि उनकी जिंदगी जो है वो अल्पकाल के लिए है, क्षण भर की है, तो उन्होंने इस अपनी छोटी सी जिंदगी में प्रभु के लिए बड़े बड़े काम करने के लिए, प्रभु के लिए कुछ बहुत बड़ा काम करने के लिए और उस अनंत जीवन के लिए, प्रभु की सेवा के लिए, बहुत कुछ कमाने के लिए उन्होंने अपनी जिंदगी सौंप दी। ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് പഴയ നിയമത്തിൽ ജീവിക്കുവാനാണോ ആഗ്രഹം, അതോ പഴയ നിയമത്തിലെ അനുഗ്രഹങ്ങൾ, ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾ നേടി പഴയ നിയമത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണമാണോ ആഗ്രഹം, അതോ ഈ പുതിയ നിയമത്തിലെ ഈ കഷ്ടതകളൊക്കെ സഹിച്ച് കർത്താവിനോട് കൂടെ പുതിയ നിയമത്തിൽ ജീവിക്കുവാനാണോ ആഗ്രഹം? मैं आपसे एक बात पूछना चाहता हूं, क्या आप पुराने नियम की आशीषों को पाकर इस दुनिया में जिंदगी बिताना चाहते हैं या नए नियम की आशीषों को पाकर प्रभु के साथ युगानुयुग रहना चाहते हैं? നമുക്കറിയാം പഴയ നിയമത്തിൽ എത്ര അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു. പഴയ നിയമം മുഴുവനും നോക്കിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമാണ്. തീയിൽ നിന്ന് ഭക്തന്മാരെ രക്ഷിച്ചത്, സിംഹത്തിന്റെ വായിൽ നിന്ന് ഭക്തന്മാരെ രക്ഷിച്ചത്, കടൽ രണ്ടായിട്ട് പിളർന്നത്, നദി രണ്ടായിട്ട് പിളർന്നത്, പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി ദൈവം അവരെ വഴി നടത്തിയത്, സ്വർഗത്തിൽ നിന്ന് മന്ന കൊടുത്തവരെ പോഷിപ്പിച്ചത്, മുഴുവനും അത്ഭുതങ്ങൾ മാത്രമാണ്. പക്ഷേ ഈ അത്ഭുതം കണ്ട ജനം എവിടെ എത്തിയെന്നറിയാമോ? മരുഭൂമിയിൽ മരിച്ചു വീണു. पुराने नियम में हम जानते हैं प्रभु ने बहुत सारे चमत्कार किए, प्रभु ने उनको सिंहों के मुंह से बचाया, प्रभु ने उनको आग के बीच में से बचाया, समंदर 2 हिस्सों में बांट दिया, नदी को 2 हिस्सों में बांट दिया। प्रभु पुराना नियम जो है वो पूरा परमेश्वर के चमत्कारों से भरा हुआ है, पर उनको वो स्वर्ग से मन्ना देता है खाने को। वो दिन में आग का खंभा बनकर, दिन में बादल का खंभा बनकर, रात में आग का खंभा बनकर उनकी सुरक्षा करता है। पर ये सारे चमत्कार पाने वाले लोग, इन सारी आशीषों को पाने वाले लोग, आपको पता है कहां तक पहुंचे? वो सब के सब जंगल में ढेर हो गए। കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ട് പോകുവാനുള്ള ബലം അവരിലില്ലായിരുന്നു, പരിശുദ്ധാത്മാവ് അവരിലില്ലായിരുന്നു. നമ്മെ നോക്കിയാൽ നമ്മൾ ഒരടയാളങ്ങളും കണ്ടില്ലെങ്കിലും, ഒരത്ഭുതങ്ങളും കണ്ടില്ലെങ്കിലും, ഒരനുഗ്രഹങ്ങളും കണ്ടില്ലെങ്കിലും, ഈ കഷ്ടതയുടെ മധ്യത്തിലൂടെ ധൈര്യമായി യേശുവിനെ നോക്കി പോകുന്നതിന്റെ കാരണം എന്നാണെന്നറിയാമോ? അവരിൽ ഇല്ലാതിരുന്ന ഒന്ന് നമ്മളിലുണ്ട്. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. और वो इसलिए रास्ते में ढेर हो गए, जंगल में ढेर हो गए, क्योंकि उन चमत्कारों के बीच में भी उनको आगे बढ़ने की हिम्मत उनके अंदर नहीं थी, क्योंकि हिम्मत देने वाला पवित्र आत्मा उनके अंदर नहीं था। लेकिन आप हमारी बारे में, अपने बारे में सोचकर देखिए कि हमने चाहे उनके जैसे चमत्कार नहीं देखे होंगे, चिन्ह नहीं देखे होंगे, लेकिन इन मुसीबतों के बीच में भी, परेशानियों के बीच में भी हिम्मत के साथ जो हम आगे बढ़ रहे हैं, वो सिर्फ इसलिए क्योंकि जो उनमें नहीं था वो, यानी पवित्र आत्मा हमारे अंदर वास करता है। അതിന്റെ അർത്ഥം എന്താണ്? ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊന്നും ദൈവം തരത്തില്ലെന്നാണോ അതിന്റെ അർത്ഥം? तो इसका मतलब क्या है? क्या इसका मतलब ये है कि इस धरती पर रहते समय हमारी जो भी जरूरतें हैं वो प्रभु हमें नहीं देगा? ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. സമ്പന്നതയിൽ ജീവിച്ച്, അധികാരമുള്ളവനായി ജീവിച്ച് അവസാനം നരകത്തിലെത്തുന്നോ നല്ലത്, അതോ ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ച് അന്നന്ന് കിട്ടേണ്ടത് കിട്ടി ജീവിച്ച് പട്ടിണിയില്ലാതെ ജീവിച്ച് സ്വർഗരാജ്യത്തിലെത്തുന്നോ നല്ലത്? मैं आपसे एक बात पूछना चाहता हूं, बहुत ज्यादा धनवान बनकर, अधिकारों वाला व्यक्ति बनकर अनंत नरक में जाना अच्छा है, या फिर एक साधारण से व्यक्ति के रूप में रोज की रोटी खाते हुए बिना भूखमरी के जो जिंदगी बिताकर अनंत जीवन में जाना ज्यादा अच्छा है? പുതിയ നിയമത്തിൽ കർത്താവ് തന്നിരിക്കുന്ന വാഗ്ദത്തം നമ്മളെ ധനവാനാക്കുമെന്നും അധികാരിയാക്കുമെന്നും പ്രഭുവാക്കുമെന്നും അല്ല. പുതിയ നിയമത്തിൽ തന്നിരിക്കുന്ന അനുഗ്രഹം എന്താന്ന് ചോദിച്ചാൽ, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കുമുള്ളതിനെ കുറിച്ച് നീ ഭാരപ്പെടണ്ട. നിന്നെ ഈ ഭൂമിയിൽ അത് തന്ന് പരിപോഷിപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ ശക്തനാണെന്നുള്ളതാണ്. नए नियम में हमें जो वायदा दिया गया है, वो वायदा ये नहीं है कि मैं तुझे अधिकारी बनाऊंगा, मैं तुझे धनवान बनाऊंगा, या मैं तुझे हाकिम बनाऊंगा। नए नियम का वायदा क्या है? जो आशीष प्रभु ने हमें दिया वो ये है कि तू इस बात की चिंता न करना कि मैं क्या खाऊंगा या क्या पीऊंगा या क्या पहनूंगा, क्योंकि ये सब देकर मैं इस धरती पर तुझे चलाने वाला परमेश्वर हूँ। മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ മാത്യു ചാപ്റ്റർ 6 verse 33 പറയുന്നു, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കുമെന്ന് ഓർത്ത് നീ ഭാരപ്പെടും. ഇതൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, നിങ്ങൾക്കോ ഇതൊക്കെയും ആവശ്യമെന്ന് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് പറയുന്നു. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും ചേർക്കപ്പെടും. मत्ती 6 के 33 में 31 से 33 में आप देख सकते हैं, वहां पे लिखा है कि तुम चिंता करके ये ना कहना कि हम क्या खाएंगे या क्या पिएंगे या क्या पहनेंगे, क्योंकि अन्य जाति इन सब वस्तुओं की खोज में रहते हैं, पर तुम्हारा स्वर्गीय पिता जानता है कि तुम्हें इन सब वस्तुओं की जरूरत है। इसलिए पहले तुम परमेश्वर के राज्य और उसके धर्म की खोज करो, तो ये सब वस्तुएं भी तुम्हें मिल जाएंगी।
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി എപ്പോഴും ഓർക്കണമേ, ഈ ഭൂമിയിൽ എനിക്ക് ഇതില്ല അതില്ല എന്നോർത്തല്ല ഭാരപ്പെടേണ്ടത്. നിനക്ക് ജീവിക്കുവാനുള്ളത് കർത്താവ് തരും, എനിക്ക് ജീവിക്കുവാനുള്ളത് കർത്താവ് തരും. അധികമായിട്ടുള്ളതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിലെ ജീവിതം ഒരു ചെറിയ കാലഘട്ടത്തിലേക്ക് മാത്രമുള്ളതാണ്. इसलिए मेरे भाई और बहनों, हम जब इस दुनिया में जी रहे हैं तो हमें ये चिंता नहीं करनी है कि मेरे पास में क्या है या क्या नहीं है। परमेश्वर हमें जो जरूरत है वो परमेश्वर हमें देता रहेगा, देकर वो हमारी जरूरतों को पूरा करेगा। जरूरत से ज्यादा की कोई जरूरत हमारे लिए नहीं है। क्यों? क्योंकि इस दुनिया की जिंदगी सिर्फ थोड़े समय की है। നമുക്ക് ഈ ലഭിച്ചിരിക്കുന്ന സമയം നിത്യതയിൽ നിലനിൽക്കുന്നതിന് വേണ്ടി നമുക്ക് അധ്വാനിക്കണം. ये समय जो हमें मिला है इसमें हमें अनंत जीवन में टिकने के लिए मेहनत करनी है। നമ്മൾ വായിച്ച വചനത്തിൽ കേട്ടു, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. हमने जो वचन पढ़ा था उसमें लिखा है, धन्य है वे जो धार्मिकता के कारण सताए जाते हैं, क्योंकि स्वर्ग का राज्य उन्हीं का है। ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ, ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1 verse 29, അവിടെ എഴുതിയിരിക്കുന്നു, ഫോർ അൺടു യു ഇറ്റ്സ് ഗിവൺ ഇൻ ദ ബിഹാഫ് ഓഫ് ക്രൈസ്റ്റ് നോട്ട് ഓൺലി ടു ബിലീവ് ഓൺ ഹിം ബട്ട് ഓൾസോ ടു സഫർ ഫോർ ഹിസ് സേക്ക്. കർത്താവിൽ വിശ്വസിക്കുവാൻ വേണ്ടി മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ കൂടെ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. फिलिपियो 1:29 में लिखा है, क्योंकि मसीह के कारण तुम पर यह अनुग्रह हुआ कि न केवल उस पर विश्वास करो पर उसके लिए दुख भी उठाओ। നമ്മുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാണോ എന്നുള്ളതിന്റെ തെളിവാണ് അവിടെ എഴുതിയിരിക്കുന്നത്. हमारा विश्वास क्या सच्चा विश्वास है या नहीं, इसका सबूत इस वचन में लिखा है। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമുക്ക് വേണമെങ്കിൽ ഒരു രഹസ്യ വിശ്വാസിയായിട്ട് എവിടെയും ജീവിക്കാൻ പറ്റും. मेरे भाइयों और बहनों, हम एक छिपे हुए विश्वासी बनकर कहीं भी जिंदगी बिता सकते हैं। നമ്മൾ രഹസ്യ വിശ്വാസിയാണെങ്കിൽ ആരുടെയും ഉപദ്രവം നമുക്ക് ഉണ്ടാവത്തില്ല. अगर हम एक छिपे हुए विश्वासी है जिसका किसी को पता नहीं है, तो किसी तरह का सताव हमारी जिंदगी में नहीं आएगा। രഹസ്യമായ ഒരു വിശ്വാസിയായി ഇരിക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നീ അറിഞ്ഞിരിക്കുന്ന വിശുദ്ധ വിശ്വാസത്തിലേക്ക് മറ്റുള്ളവർ കടന്നു വരുവാൻ തക്കവണ്ണം നീ പരസ്യമായ ഒരു വിശ്വാസിയായിരിക്കാനാ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. पर परमेश्वर ने आपको एक छिपा हुआ विश्वासी बनने के लिए नहीं बुलाया है। परमेश्वर ने आपको एक ऐसा विश्वासी बनने के लिए बुलाया है कि आपकी विश्वास की जिंदगी को देखकर दूसरों को भी आप मसीह के विश्वास में लेकर आए। രഹസ്യ വിശ്വാസിയായി ജീവിച്ചിരുന്നെങ്കിൽ 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും ആരെയും തീ വെച്ച് കൊല്ലത്തില്ലായിരുന്നു, സിംഹത്തിന്റെ വായിൽ അവർ വീഴത്തില്ലായിരുന്നു, അതിക്രമങ്ങളാൽ അവരുടെ മേൽ വരത്തില്ലായിരുന്നു, ഉപദ്രവങ്ങൾ വരത്തില്ലായിരുന്നു. പക്ഷേ അവർ കർത്താവിന് വേണ്ടി പൊതുവിന്റെ മുമ്പിൽ നിന്ന്, ലോകത്തിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനുള്ളവരാണ്, അവന്റെ വഴിയിൽ അവന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. अगर छिपे हुए मसीही बनकर जिंदगी बिताते तो पहली दूसरी सदी में किसी को भी शेरों के आगे नहीं डाला जाता, आग में जलाया नहीं जाता, उनको कोई सताव या कोई कष्ट झेलने की जरूरत नहीं पड़ती। पर उन्होंने सबके सामने, दुनिया के सामने ये कहा कि हम मसीह के हैं, हम उसके मार्ग पर चलने के लिए बुलाए गए। രഹസ്യ ജീവിതം ജീവിക്കുന്ന ക്രിസ്ത്യാനികളാണ് കേരളത്തിൽ നിന്ന് രാജസ്ഥാനിലും മറ്റ് സ്റ്റേറ്റുകളിലേക്കും കടന്നു വന്നിരുന്നതെങ്കിൽ സഹോദരി സഹോദരന്മാരെ, നിങ്ങളിൽ പലരും സുവിശേഷം കേൾക്കത്തില്ലായിരുന്നു. अगर छिपी हुई मसीही जिंदगी जीने वाले लोग केरल से, राजस्थान में और अलग अलग स्टेट में जाते तो मेरी बात को सुनने वाले भाइयों और बहनों, आप में से कईयों को सुसमाचार सुनने का मौका नहीं मिलता। അവർ ക്രിസ്തുവിന് വേണ്ടി പരസ്യമായി നിന്നതുകൊണ്ടാണ് ധൈര്യത്തോടെ ഭയപ്പെടാതെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് തങ്ങളെ തന്നെ, തങ്ങളുടെ ജീവിതം, കുടുംബം റിസ്ക് ചെയ്ത് അവര് സമൂഹത്തിന്റെ മുമ്പിൽ നിന്നതുകൊണ്ടാണ് സഹോദരി സഹോദരന്മാരെ, നിങ്ങളിൽ പലരും കർത്താവിന്റെ സുവിശേഷം അറിയുവാനും നിത്യതയ്ക്ക് യോഗ്യരായി തീരുവാനും ഇടയായത്. मेरे भाइयों और बहनों, उन्होंने अपने विश्वास को सबके सामने अंगीकार किया, खुल के, बिना किसी डर के, प्रभु के अनुग्रह पर भरोसा करते हुए, प्रभु के आत्मा की अगुवाई में उन्होंने सबके सामने बिना किसी हिम्मत के अपने विश्वास को जताया। और इसी कारण आप में से कईयों को प्रभु के सुसमाचार को सुनने का मौका मिला। അതുകൊണ്ട് തന്നെ നിങ്ങളും പരസ്യമായി നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കൂട്ടുകാരുടെ മധ്യത്തിൽ, നിങ്ങളുടെ ദേശത്ത് നിങ്ങളും പരസ്യമായി നിന്നെങ്കിൽ മാത്രമേ ഇനി ഒരു തലമുറയിൽ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് കർത്താവിനെ അറിയുവാനിടയാകും. और इसीलिए अगर आप अपने परिवार में, अपनी बिरादरी में, अपने आसपास के लोगों के बीच में अगर खुलकर मसीही जिंदगी जीते हैं, केवल तभी आपके द्वारा दूसरे लोग मसीह में आ पाएंगे।
നിങ്ങൾ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഈ ലോകത്തിലുള്ള മനുഷ്യരെല്ലാം അവിടെ വന്ന് നീതിന്യായ വിസ്താരത്തിന്റെ മുമ്പിൽ 2 കൊരിന്ത്യർ 5:10 പറയുന്നത് പോലെ ക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഒരാളുടെ ജീവിതം കൊണ്ട് 10, 80, 90, 100 വർഷം നിങ്ങൾക്ക് ജീവിക്കുവാൻ തന്ന സമയം കൊണ്ട് ഒരു വ്യക്തിയെങ്കിലും കർത്താവിന് വേണ്ടി, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നേടുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് കഴിഞ്ഞോ എന്ന് അവിടെ വെച്ച് നിങ്ങൾക്ക് അറിയുവാൻ കഴിയും. जब आप स्वर्ग में पहुंचेंगे, इस दुनिया के सब लोग जब प्रभु के सिंहासन के सामने न्याय के लिए जब खड़े होंगे, जैसे 2 कुरिन्थियों 5:10 में लिखा है, सारी दुनिया उसके सामने जब न्याय के लिए खड़ी होगी, तब वहां पे उस दिन पता चलेगा कि जो जिंदगी प्रभु ने आपको दी थी, वो 80 साल, 90 या 100 साल प्रभु ने जो आपको दिए थे, उस जिंदगी के दौरान क्या आप एक भी व्यक्ति को मसीह में ला पाए हैं या नहीं, ये उस दिन पता चलेगा. അനേക വിശ്വാസികളെ കർത്താവിന് വേണ്ടി നേടി തങ്ങളുടെ കുടുംബത്തെയും തങ്ങളുടെ ജീവിതങ്ങളെയും ദൈവത്തിന്റെ സന്നിധി വെച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി അധ്വാനിച്ച് അനേകരെ കർത്താവിന് വേണ്ടി നേടുന്നവർ അവിടെ സാക്ഷ്യം പറയുമ്പോൾ, സഹോദര സഹോദരി, ഭയപ്പെട്ട് ജീവിച്ച് രഹസ്യ വിശ്വാസിയായി ജീവിച്ച് നിന്റെ രക്ഷ മാത്രം ആഗ്രഹിച്ച് ജീവിച്ച് നീ ഒറ്റയ്ക്ക് അവിടെ കടന്നു ചെല്ലുമ്പോൾ എത്ര വലിയൊരു ലജ്ജയായിരിക്കും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക. जब दूसरे लोग जिन्होंने अपनी जान की बाजी लगाई, अपने परिवार का जोखिम उठाकर उन्होंने दूसरों को सुसमाचार सुनाया, वो बहुतों को प्रभु के विश्वास में लेकर आए, वो लोग जब उन सब लोगों के साथ वहां खड़े होंगे और उस समय आप जो डर डर के मसीही जिंदगी जी रहे थे, छिपी हुई मसीही जिंदगी जी रहे थे, जो सिर्फ अपना उद्धार चाहते थे और किसी के भी साथ न होते हुए आप अकेले जब वहां पर खड़े होंगे, तो सोच कर देखिए वो कितना आपके लिए अपमानजनक होगा. അനേകർ വലിയ വലിയ കറ്റകളും ചുമന്നുകൊണ്ട് സ്വർഗരാജ്യത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ നിന്റെ കയ്യിൽ ഒരു കതിരെങ്കിലും, ഒരു ചെറിയ കതിരെങ്കിലും ഉണ്ടായിരിക്കുവാൻ സഹോദര സഹോദരി ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന ആയുസ് മൂലം നീ പ്രയത്നിക്കുക. बहुत सारे लोग जब वहां पर बड़े बड़े पूले लेकर स्वर्ग में परमेश्वर के सामने खड़े होंगे, तो भाइयों और बहनों, आप इस धरती पर अपनी उम्र में इतनी कोशिश करें कि कम से कम पूला नहीं तो एक बाल सही आपके हाथ में कुछ ना कुछ तो प्रभु के सामने दिखाने लायक हो कि आपने अपनी जिंदगी में प्रभु के लिए इसको आप विश्वास में लाए. ഇന്നത്തെ രാത്രി മുതൽ ദൈവദാസി സഹോദരങ്ങളെ പ്രാർത്ഥിക്കുക, കർത്താവേ, എന്റെ ജീവിതം തീരുന്നതിന് മുമ്പ് ഒരു വ്യക്തിയോടെങ്കിലും യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ, ദൈവരാജ്യത്തിന്റെ സുവിശേഷം പറയുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. परमेश्वर के दासों, परमेश्वर की दासियों, परमेश्वर के जनों, आज से आप प्रार्थना करेंगे, प्रभु इस धरती पर मेरी जिंदगी खत्म होने से पहले मुझे अपना अनुग्रह दे, अपनी आत्मा के सामर्थ्य भर कि कम से कम एक व्यक्ति को मैं सुसमाचार सुनाकर आप में ला सकूं. കർത്താവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ തക്കവണ്ണം നാം വിളിക്കപ്പെട്ടവരാണെന്ന് ഫിലിപ്പിയ ലേഖനം 1:29 നമ്മൾ വായിച്ചു. അങ്ങനെയെങ്കിൽ കർത്താവിനെ പ്രതി, അവിടുത്തെ നാമത്തെ പ്രതി ലജ്ജിക്കാതെ വണ്ണം എന്ത് കഷ്ടതയിലൂടെ കടന്നു പോകുവാനും തയ്യാറുള്ളവരായി തീരുവാൻ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാണ്. फिलिपियो 1:29 में हमने ये देखा कि हमें प्रभु के नाम के लिए दुख उठाने के लिए बुलाया गया, तो हम प्रभु से ये प्रार्थना करेंगे, प्रभु आपकी खातिर, आपके नाम की खातिर, विश्वास की खातिर, अगर मुझे दुख उठाना पड़ता है, अगर मुझे क्लेश उठाना पड़ता है, सताव झेलना पड़ता है, तो उसके लिए मुझे अपनी सामर्थ्य से, अपने अनुग्रह से भर. അപ്പോസ്തല പ്രവൃത്തി 5:41 വാക്യത്തിൽ അപ്പോസ്തലന്മാരുടെ ഒരു ജീവിത അനുഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. प्रेरितों के काम 5:41 में प्रेरितों की जिंदगी की एक तरीके को बताया गया है. നിങ്ങൾക്കറിയാമോ, അവിടെ അപ്പോസ്തലന്മാർ ദൈവത്തിന്റെ സഭ പെന്തക്കോസ്തി നാളിൽ സ്ഥാപിതമായി അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആത്മാവിന്റെ ശക്തിയാൽ അവർ പുറത്തേക്ക് ഇറങ്ങി, രഹസ്യമായിട്ടിരിക്കുകയല്ല, അടച്ചിട്ട മുറിക്കകത്തിരിക്കുകയല്ല, ആത്മാവിന്റെ ശക്തി അവരിൽ നിറഞ്ഞപ്പോൾ അവർ ഒന്നിനെയും ഭയപ്പെടാതെ പുറത്തേക്ക് ഇറങ്ങി സുവിശേഷം പറയുവാനായിട്ട് തുടങ്ങി. आपको पता है कि पिंतेकुस्त के दिन में कलीसिया स्थापित हुई, परमेश्वर की आत्मा की सामर्थ को उन्होंने पाया, उसके बाद वो डर के मारे कमरे बंद करके नहीं बैठे, वो बाहर को निकले, पवित्र आत्मा की सामर्थ को पाकर वो किसी बात से न डरते हुए बाहर निकले और सुसमाचार को सुनाने लगे. പെന്തിക്കോസ്തി നാളിന് മുമ്പ് അവരെല്ലാവരും ഭയപ്പെട്ടിരുന്നവരാണ്. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 20 നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവർ യഹൂദന്മാരെ ഭയപ്പെട്ടു മുറി അടച്ചകത്തിരിക്കുമ്പോഴാണ് യേശു അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ പെന്തിക്കോസ്തി നാളിന് ശേഷം അടച്ചിട്ട മുറിക്കകത്തല്ല അവരിരുന്നത്, അവർ പുറത്തു വന്ന് കർത്താവിനെ സുവിശേഷിക്കുവാനായിട്ട് തുടങ്ങി. पिंतेकुस्त के दिन से पहले वो सब के सब डरे हुए थे, खास तौर से यूहन्ना 20वें अध्याय में हम देखते हैं कि यहूदियों के डर के मारे वो सब
कमरा बंद करके बंद कमरे के अंदर बैठे थे और वहां यीशु उनके सामने प्रकट होता है। पर पिंतेकुस्त के दिन के बाद वो डर के मारे कमरे के अंदर नहीं रहे, वो बाहर निकले। അങ്ങനെ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ശിഷ്യന്മാരെ ഒക്കെ വിളിച്ച്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ശിഷ്യന്മാരെ ഒക്കെ വിളിച്ച് യഹൂദന്മാരും പരീശന്മാരും റോമ ഗവൺമെന്റും പറഞ്ഞു, ഇനി മേലിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രസംഗിക്കരുത്. तो प्रेरितों का 5वें अध्याय में हम देख सकते हैं पतरस, याकूब, यूहन्ना और दूसरे चेलों को अधिकारी लोग पकड़कर, शास्त्री, फरीसी, रोमी सरकार पकड़कर ये कहते हैं कि अब से तुम यीशु के सामने, यीशु के नाम से कोई सुसमाचार नहीं सुनाना, प्रचार नहीं करना है। അവർ തിരിച്ചു ചോദിച്ച ചോദ്യം എന്താണെന്നറിയാമോ? കർത്താവിനേക്കാൾ അധികം, ദൈവത്തെക്കാൾ അധികം മനുഷ്യരെ അനുസരിക്കുന്നത് യുക്തമാണോ എന്ന് നിങ്ങൾ തന്നെ പറയാൻ അവർ പറഞ്ഞു. पर वो उनसे पलटकर क्या कहते हैं? वो ये कहते हैं कि तुम खुद ही बताओ कि क्या परमेश्वर की बात से बढ़कर मनुष्यों की बात को मानना उचित है? അവർ വീണ്ടും പ്രസംഗിക്കുവാൻ തുടങ്ങിയപ്പോൾ അവരെ ഒക്കെ അവർ പിടിച്ചു, അറസ്റ്റ് ചെയ്തു. वे फिर से जब प्रचार करने लगे तो उनको पकड़ लिया गया, गिरफ्तार कर लिया गया। 5:40-41 വാക്യങ്ങൾ സഹോദരങ്ങളെ നിങ്ങളൊന്ന് വായിച്ചേ. 5 का 40वां और 41वां वचन भाइयों आप पढ़ के देखिए। അവർ അവനെ അനുസരിച്ചു, അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു, ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. तब उन्होंने 5 का 40, तब उन्होंने उसकी बात मान ली और प्रेरितों को बुलाकर पिटवाया और यह आदेश देकर छोड़ दिया कि यीशु के नाम से फिर कोई बात न करना। वे इस बात से आनंदित होकर महासभा के सामने से चले गए कि हम उसके नाम के लिए अपमानित होने के योग्य तो ठहरे। അതെ, ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി അടികൊണ്ടത് കൊണ്ട്, കർത്താവിന്റെ നാമത്തിന് വേണ്ടി അപമാനമേറ്റത് കൊണ്ട്, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉപദ്രവമേറ്റത് കൊണ്ട് അവർ ആനന്ദിച്ച് സന്തോഷിച്ച് ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറപ്പെട്ടു പോയി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. अब देखिए वहां पर क्या लिखा है? प्रभु के नाम की खातिर मार खाने के कारण, प्रभु के नाम की खातिर अपमानित होने के कारण, प्रभु के नाम की खातिर सताव झेलने के कारण वो आनंदित होकर महासभा के सामने से निकले। അടുത്ത 2 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. अगले 2 मिनट में मैं वचनों को समाप्त करना चाहता हूँ। അവരെ എന്ത് പറഞ്ഞാണ് അടിച്ചു വിട്ടതെന്നറിയാമോ? ഇനി മേലിൽ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞാട്ട് അവരെ ഉപദ്രവിച്ചിട്ട് വിട്ടത്. उनको क्या कहकर वहां से भेजा था? मारपीट करके ये कह के भेजा था कि अब से कभी प्रचार नहीं करना। തൊട്ടടുത്ത വാക്യത്തിൽ 42-ാമത്തെ വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. पर उसके ठीक अगले वचन में आप पढ़ के देखिए, 42वें वचन में क्या लिखा है? നമ്മളിൽ എത്ര പേര് ഇങ്ങനെ ചെയ്യും? നമുക്ക് അടികിട്ടി ന്യായാധിപ സംഘത്തിൽ നിന്ന്, കോടതിയിൽ നിന്ന് നമ്മളെ വെറുതെ വിട്ടു പറയുകയാണ് ഇനി പ്രസംഗിക്കരുതെന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ ആരെങ്കിലും പ്രസംഗിക്കാനായിട്ട് പോകുമോ? हम में से कितने लोग ऐसा करेंगे? महासभा के सामने से, कचहरी में से मारपीट करके और बाद में हमें ये कह के छोड़ा जाता है, रिहा किया जाता है कि अब से प्रचार मत करना, तो क्या हम में से कोई प्रचार करेगा? ആ ഉപദ്രവം സഹിച്ച ദൈവഭക്തന്മാർ, ശിഷ്യന്മാർ, ദൈവജനം വെളിയിലിറങ്ങിയിട്ട് 42-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. वो प्रभु के चेले, वो प्रभु के लोग जो सताव झेल के बाहर निकले थे, उनके बारे में 42वां वचन कहता है, वे प्रतिदिन मंदिर में और घर घर में उपदेश करने और इस बात का सुसमाचार सुनाने से कि यीशु ही मसीह है न रुके। കണ്ടോ, അധികം അവർ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്ന അവരെ തടയുവാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും കഴിഞ്ഞിരുന്നില്ല. आप देखिए कि वो प्रभु की सेवा में और ज्यादा आगे बढ़ते गए, ब्रह्मांड की कोई ताकत उन्हें रोक नहीं पाई। അവർക്കറിയാം ഈ ലോകത്തിന് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുന്നത് ഈ ശരീരത്തെ ഉപദ്രവിക്കുവാനും ഇതിനെ കൊല്ലുവാനും മാത്രമേ കഴിയൂ. എന്നാൽ ഇതിന്റെ അകത്ത് വിലയുള്ള ഒരു ആത്മാവുണ്ട്, അതിനെ തൊടുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. वो लोग जानते थे कि ये दुनिया सिर्फ इस शरीर को सता सकती है, इस शरीर को नाश कर सकती है, पर इसके अंदर जो आत्मा है, उस आत्मा को इस दुनिया में कोई नहीं मार सकता है। എഴുതിയിരിക്കുന്ന വാക്യം നമ്മൾ കേട്ടു നോക്കിക്കേ. കർത്താവിന്റെ നാമത്തിന് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ, സ്തോത്രം. അവർക്കാണ് സ്വർഗരാജ്യം കർത്താവ് കൊടുക്കുന്നത്. जो वचन हमने पढ़ा था शुरुआत में, उसको देखिएगा, धन्य है वे जो धार्मिकता के कारण सताए जाते हैं, क्योंकि स्वर्ग का राज्य उन्हीं का है।
ഫിലിപ്പിയ ലേഖനം 1:29 നമ്മൾ വായിച്ചല്ലോ, ഫോർ അൺ ടു യു, അവന് വേണ്ടി, അവനെ വിശ്വസിക്കുവാൻ വേണ്ടി മാത്രമല്ല, അവിടുത്തെ നാമത്തിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ കൂടെ നമുക്ക് വരം ലഭിച്ചിരിക്കുന്നു. और फिलिपियो 1:29 हमने पढ़ा था कि केवल विश्वास करने के लिए नहीं बल्कि मसीह के लिए दुख उठाने का भी अनुग्रह हमें मिला है. കർത്താവ് വന്നില്ല എങ്കിൽ ഈ വിഷയത്തിന്റെ കുറച്ചുകൂടെ ആഴങ്ങളിലേക്ക് കടന്നു പോകാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നു. കാരണം നമുക്ക് കർത്താവ് വന്നില്ല എങ്കിൽ അടുത്ത ആഴ്ച അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കാരണം പ്രത്യേകിച്ച് സഹോദരങ്ങളെ, നിങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഈ വചനത്തിന്റെ ആഴങ്ങൾ നിങ്ങൾ ഗ്രഹിക്കേണ്ടത് വളരെ ആവശ്യമാണ്. अगर प्रभु के आगमन में देरी हो तो अगले हफ्ते इस वचन की और ज्यादा गहराइयों को हम देखना चाहते हैं, क्योंकि आप लोग जिन हालातों में जी रहे हैं उन हालातों में इन वचन की गहराइयों को आपके लिए जानना जरूरी है. കർത്താവിന്റെ ദാസന്മാരും ദാസിമാരും ആത്മാവിൽ ബലം പ്രാപിപ്പാൻ, ശക്തി പ്രാപിപ്പാൻ ദൈവസഭ ഒരുമിച്ച് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽപ്പാൻ തക്കവണ്ണം ഈ വചനത്തിന്റെ ആഴങ്ങൾ അധികം ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. परमेश्वर के दासों दासियों के लिए, परमेश्वर की कलीसिया की दृढ़ता और स्थिरता के लिए ये जरूरी है कि इन वचनों की गहराइयों को हम सीखें और समझें. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തന്നെ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ വചനം അടിയങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. കേട്ടുകൊണ്ടിരുന്ന ദൈവവചനം കർത്താവേ, സഹോദരങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ എഴുതപ്പെടുവാൻ തക്കവണ്ണം, അവരെ വിളിച്ചിരിക്കുന്ന വിളിയിൽ വിശ്വസ്തയോടെ നിന്നുകൊണ്ട് ജീവിതം തീർക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസിയെ എന്നുള്ള വിളി കേട്ട് അങ്ങയുടെ പാദപീഠത്തിൽ ചുംബിപ്പാൻ തക്കവണ്ണം എൻ്റെ സഹോദരങ്ങൾക്ക് ഓരോരുത്തർക്കും സഹോദരിമാർക്കും അടിയനും ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ രാത്രിയിലും അങ്ങയുടെ ദാസനെ അടിയനോടുകൂടെ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ആത്മാവിന്റെ ബലം കൊടുത്ത് കർത്താവ് നിർത്തിയതിനായിട്ട് സ്തോത്രം. അനുഗ്രഹിച്ചാട്ട് കുടുംബമായി ശുശ്രൂഷകളൊക്കെയും അനുഗ്രഹിച്ചാട്ട്, സഭയെ അനുഗ്രഹിച്ചാട്ട്, ശ്രേഷ്ഠമേറിയ ശുശ്രൂഷയിൽ വർദ്ധിപ്പിച്ചാട്ട് സ്തോത്രം. മറ്റു ഭക്തന്മാരായ ദൈവദാസീദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കൃപയിൽ നിറച്ച് ധൈര്യത്തോടെ അങ്ങയുടെ നാമത്തിന് വേണ്ടി നിർത്തുവാൻ ബലപ്പെടുത്തിക്കാട്ട്. പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് आशीर्वाद मांगते हैं। आइए हम एक बार फिर से अपनी आंखों को बंद करेंगे, प्रार्थना करेंगे। पिता, हम आपका धन्यवाद करते हैं इस अच्छे समय के लिए प्रभु। परमेश्वर, एक और संगति का समय आपने दिया, एक साथ इकट्ठा होने का मौका आपने दिया, हम आपका धन्यवाद करते हैं प्रभु। आपके दास के लिए हम आपका धन्यवाद करते हैं जो आपके वचन को हमारे बीच में लेकर आए प्रभु। उनके लिए हम एक बार फिर से दुआ करते हैं, उनको, उनके परिवार को, उनकी सेवकाई को, परमेश्वर उनकी नौकरी हम आपके हाथों में समर्पित करते हैं। उन्हें बहुतायत से आशीष दे प्रभु, और बहुतों के लिए प्रभु एक बड़ी आशीष का कारण उन्हें बना प्रभु। हर एक हफ्ते प्रभु आप उन्हें हमारे लिए जो इस्तेमाल कर रहे हैं प्रभु, बहुतों के लिए प्रभु जी वचन की गहराइयों में उतारने के लिए उन्हें आप इस्तेमाल कर रहे हैं, हम आपका धन्यवाद करते हैं। हम दुआ करते हैं प्रभु और अधिक अपने प्रकाशनों से, अपने आत्मा के परमेश्वर सामर्थ्य से उन्हें भर प्रभु। और आए हुए सारे दासों दासियों को प्रभु, आपके बच्चों को हम आपके हाथों में समर्पित करते हैं परमेश्वर। इन दिनों में हम जो वचन सीख रहे हैं वो हमारी जिंदगी में काम करने पाए, उन्हें हम अपनी जिंदगी में लागू करने पाए प्रभु जी। परमेश्वर, हम परमेश्वर आपके वचनों पर चलने वाले बनने पाए, केवल सुनने वाले नहीं प्रभु, जो अपना चेहरा परमेश्वर दर्पण में देखता और भूल जाता है कि मैं कैसा था, पर उसकी बजाय हम सुनकर उस पर चलने वाले बनने पाए। धन्यवाद करते हैं आपके सामर्थी वचन के लिए प्रभु। आए हुए सब लोगों के लिए भी हम दुआ करते हैं परमेश्वर, ये हम सब के लिए एक बड़ी आशीष का और आपके साथ रहने के लिए, अनंत जीवन के लिए प्रभु, एक तैयारी के लिए उपयोगी बनने वाला वचन हमारी जिंदगी में होने पाए प्रभु। हम सबकी मदद कर, अपने अनुग्रह से, अपनी सामर्थ्य से भर, आपका आत्मा हमें चलाने पाए, हमारी अगुवाई करे। सारी बातों के लिए धन्यवाद प्रभु, सारा आदर, सारी महिमा हम आपके नाम को समर्पित करते हैं प्रभु यीशु मसीह के नाम से मांगते हैं, आमीन। अब पिता परमेश्वर का प्रेम, पुत्र यीशु मसीह का अनुग्रह और पवित्र आत्मा की संगति और सहभागिता हम सबके साथ प्रभु यीशु